ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീക ഉൾക്കാഴ്ചകളോടെ അല്ലെങ്കിൽ ആത്മീക വെളിപ്പാടുകളോടുകൂടെ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ആത്മീക ഉൾക്കാഴ്ചയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്? അതിന് സഹായകമായ 3 കാര്യങ്ങൾ കർമ്മേലിലെ ഏലിയാവിൻ്റെ ഒരു പ്രാർത്ഥനയെ അധിഷ്ഠിതമാക്കി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ധാരാളം സന്ദേശങ്ങൾ ഏലിയാവ് കർമ്മേലിൽ മുഴങ്കാലുകളുടെ നടുവിൽ തലവെച്ച് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചും, കൈപോലെ ഒരു മേഘം 7ാമത്തെ പ്രാവശ്യം ബാല്യക്കാരൻ ചെന്ന് നോക്കുമ്പോൾ കണ്ടതും, ഒരു വലിയ സാധാരണമായ ദൈവപ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ ആ ദൈവവചനം ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്ന ചില ചിന്തകൾ പങ്കുവെക്കുകയാണ്. സാധാരണ ഒട്ടുമിക്ക ആളുകളും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് ഏലിയാവ് കർമ്മേലിൽ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. എന്നാൽ ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പേ തന്നെ വൻമഴയുടെ വലിയൊരു മുഴക്കം ഏലിയാവ് കേട്ടിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. അത് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആഹാബിനോട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ പോയി പ്രാർത്ഥിച്ച് മഴ അവിടെ പെയ്യുകയല്ലായിരുന്നു. ആത്മീക ബോധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മീക വെളിപ്പാടിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥനയാണ് കർമ്മേലിലെ പ്രാർത്ഥന. എങ്ങനെയാണ് നമുക്കങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്? സാധാരണയുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളങ്ങ് പ്രാർത്ഥിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പോലും പ്രാർത്ഥനയെന്ന് പറയുമ്പം അവരുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ദൈവം മുമ്പിൽ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം ആ വിഷയങ്ങൾക്ക് മറുപടി തരുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആഴമായ അറിവോ ബോധ്യമോ ഒന്നും തന്നെയില്ല. പക്ഷേ ദൈവവചനം ശ്രദ്ധിച്ച് പഠിച്ച് അങ്ങനെ ഒരു ആത്മീക ജീവിതം നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ എങ്ങനെയാണ് ആത്മീക ഉൾക്കാഴ്ചയോടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് മാത്രമേ അതിവേഗം മറുപടി കാണാനായിട്ട് പറ്റത്തുള്ളൂ. ആ പ്രാർത്ഥനകൾ മാത്രമേ ഫലപ്രദമാകുകയുള്ളൂ. ഞാൻ ഏലിയാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ ആത്മീക യാത്ര, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രകൾ പോലും അങ്ങനെയുള്ളതായിരുന്നു. കാരണം അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ 10-ാമത്തെ വാക്യത്തിൽ അദ്രിയ എന്ന് പറയുന്ന കടലിൽ 14ഓളം ദിവസങ്ങൾ വെളിച്ചം പോലും കാണാതെ ഒരു കപ്പൽ നിറച്ച ആളുകൾ ഇങ്ങനെ മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാഴ്ച, അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. 27-ന്റെ 10-ലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളുടെ ഈ യാത്രയിൽ സാധനങ്ങൾ മാത്രമല്ല, കപ്പലിന് മാത്രമല്ല, സാമാനങ്ങൾക്ക് മാത്രമല്ല, ജീവനു കൂടെ അല്ലെങ്കിൽ പ്രാണനു കൂടെ കഷ്ടമുണ്ടാകും എന്ന് ഞാൻ കാണുന്നു. അങ്ങനെയാണ് ആ വാക്യം, ഞാൻ കാണുന്നു. അപ്പം അദ്ദേഹം എങ്ങനെ കണ്ടു? അതാണ് ഞാൻ പറഞ്ഞത്. ആത്മീക കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. 27-ന്റെ തന്നെ 25-ൽ ഒരു വലിയ പ്രതിസന്ധിയുടെ മുന്നിൽ അവർ നിൽക്കുമ്പോൾ, അതായത് 14 ദിവസമായിട്ട് അദ്രിയ കടലിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: നാം ഒരു ദ്വീപിൻ്റെ മേൽ മുട്ടി വീഴേണ്ടതാകും. അതിനുശേഷം കപ്പൽക്കാർ എല്ലാവരും, ആ സെയിലേഴ്സ്, നങ്കൂരം ഇടാനെന്നുള്ള വ്യാജേന, ഈ അടുത്ത തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു തോണി ഇറക്കി നങ്കൂരമിടാനുള്ള വ്യാജേന ഇറങ്ങുമ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ കപ്പൽക്കാരെ ഇങ്ങനെ അവരെ വിടരുത്, അവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഉടനെ പട്ടാളക്കാർ ആ തോണി അറുത്ത് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീക വെളിപ്പാടുകളോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് വേഗത്തിൽ തയ്യാറാകുക. ഏലിയാവിൻ്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകുമ്പോൾ വളരെ ഗൗരവമായ ചില ആത്മീക ചിന്തകൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനകൾ സാധാരണമായിട്ടല്ല, അസാധാരണമായ പ്രാർത്ഥനകളെല്ലാം ആത്മീക വെളിപ്പാടുകൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഏലിയാവിൻ്റെ കർമ്മേലിലെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 46 വരെയുള്ള ഭാഗങ്ങളാണ്.
എൻ്റെ കേൾവിക്കാരൊക്കെ നന്നായിട്ട് ദൈവവചനം അറിയാവുന്ന ആളുകളായതുകൊണ്ട് അവിടെ സംഭവിച്ചത് എന്താണെന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും കർമ്മേലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാല്, തല, മുഴങ്കാലുകളുടെ ഇടയിലേക്ക് കയറ്റി വെച്ച് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ താൻ 7 പ്രാവശ്യമാണ് ബാല്യക്കാരനെ പോയി നോക്കുക എന്ന് പറഞ്ഞത്. 7-ാം പ്രാവശ്യം നോക്കിയപ്പോൾ ഒരു ചെറിയ മനുഷ്യൻ്റെ കൈ പോലെയുള്ള ഒരു കൈ പോലെ ചെറിയൊരു മേഘം കയറി വരികയും പിന്നീട് ഈ മേഘം ഒരു വൻമഴയായി ക്ഷണത്തിൽ സംഭവിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചെറുതായിട്ട് ആരംഭിച്ചു, ക്ഷണത്തിൽ ഒരു വലിയ മഴയായിട്ട് അത് മാറുകയാണ്. സാധാരണ നമ്മൾ ഈ ഒരു വാക്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ദൈവജന സന്ദേശങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ നമ്മളോട് എല്ലാവരും പറയുന്നത് പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും, അത്ഭുതങ്ങൾ നടക്കും, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ ആളുകൾ ഈ ഭാഗത്തു നിന്ന് ദൈവജന സന്ദേശങ്ങൾ നൽകാറുണ്ട്. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് ഈ ഒരു പ്രാർത്ഥന ആത്മീക ഉൾക്കാഴ്ചയോടുകൂടെയുള്ള, ആത്മീക വെളിപ്പാടുകളോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. എങ്ങനെയാണ് ആ പ്രാർത്ഥന നടത്താനായിട്ട് കഴിയുന്നത്? എന്തായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആത്മീക ഉൾക്കാഴ്ച എന്ന് ഞാൻ പറയാം. 18-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങളിൽ പ്രാർത്ഥിക്കാനായി കർമ്മേലിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഏലിയാവ് ആഹാബിനോട് പറയുന്നൊരു കാര്യമുണ്ട്. വൻമഴയുടെ മുഴക്കം ഉണ്ട്. അപ്പോൾ കോളില്ല, മഴയുടെ ലക്ഷണമില്ല. കുറച്ച് വർഷങ്ങളായി, മാസങ്ങളായി ഭൂമി മുഴുവനും വറ്റി വരണ്ട് മഴയില്ലാത്തതിനാൽ പുല്ല് പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ ദൈവമനുഷ്യൻ ആഹാബിനോട് പറയുന്നത് വൻമഴയുടെ മുഴക്കമുണ്ട്. അന്നേരം ഒരു മഴക്കോള് പോലുമില്ല, ഒരു മഴക്കാറ് പോലുമില്ല. ഇതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി വൻമഴയുടെ മുഴക്കമുണ്ടെന്ന്? ഇതാണ് ആത്മീക വെളിപ്പാട് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ ആത്മീക വെളിപ്പാട് നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്? സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ഓടി ദൈവം മുമ്പിലേക്ക് പോകുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, കാര്യം നടക്കാനായിട്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആത്മീക വെളിപ്പാടിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുകയില്ല. അതിന് 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിൽ ഒന്നാമത്തേത് ദൈവവുമായുള്ള ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. ദൈവഹിതത്തിൻ്റെ അകത്ത് തന്നെയാണോ നമ്മൾ മുൻപോട്ട് പോകുന്നതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. എല്ലായ്പ്പോഴും ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കാൻ ശ്രമിക്കണം, ഞാൻ ദൈവഹിതത്തിലാണോ ജീവിക്കുന്നത്? കാരണം ആത്മീക വെളിപ്പാടുകളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ ഈ കാണുന്ന ഏലിയാവിൻ്റെ കർമ്മേലിലെ പ്രാർത്ഥന 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അതിന് തൊട്ട് പിൻപിലേക്ക് നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി യഹോവ ദൈവമാണെന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാനായിട്ട് പറ്റും. 18-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പിക്കാനായി പോകുന്നുവെന്ന് ദൈവശബ്ദം ഏലിയാവ് കേട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കർമ്മേലിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് താൻ ദൈവഹിതത്തിൻ്റെ അകത്ത് ജീവിച്ച ഒരാളായിരുന്നു. തൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എൻ്റെ ദൈവം ഉന്നതനായ ദൈവമാണെന്നും ജീവിക്കുന്ന ദൈവമാണെന്നും എല്ലാവരും അറിയണം. അങ്ങനെ ദൈവത്തിന് വേണ്ടി എരിയുന്ന ഒരു ഹൃദയം തനിക്കുണ്ടായിരുന്നു. ആ ഹൃദയം ഉള്ളതുകൊണ്ട് താൻ പൂർണ്ണമായ ദൈവഹിതത്തിൻ്റെ അകത്ത് ജീവിച്ചു പോയതുകൊണ്ട് എല്ലായ്പ്പോഴും തനിക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു, ദൈവിക ആലോചനകൾ ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. പല സമയങ്ങളിലും ദൈവത്തോടുള്ള ബന്ധം ശരിയല്ലാത്ത നിലയിൽ നമ്മൾ ആണ് പോകുന്നതെങ്കിൽ ദൈവിക ആലോചനകൾ നഷ്ടപ്പെട്ടു പോകുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മളെത്താം. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. കാരണം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹോവ ശൗലിനോട് സ്വപ്നത്തിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഉറിയും കൊണ്ടോ ഒന്നും ഉത്തരമറിയില്ല. അതായത് ദൈവം മിണ്ടാതെ ഇരുന്നൊരു കാലഘട്ടം. സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ ഒന്നും ദൈവം സംസാരിച്ചില്ല. ഇന്ന് പല ആളുകളും ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ കാരണം ദൈവത്തോടുള്ള ഒരു ബന്ധം പല സമയങ്ങളിലും അവർക്കില്ലാത്തതാണ്. അതിൽ ഒന്നാമത്തേത് ആത്മീക വെളിപ്പാടുകളോടുകൂടെ
നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ എവിടെയെങ്കിലും ദൈവത്തോടുള്ള ബന്ധവും മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുക. പൂർണ്ണമായിട്ടും ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ തന്നെയാണോ നമ്മളെ ജീവിക്കുന്നതെന്ന് പരിശോധിക്കുക. ആത്മീക വെളിപ്പാടുകളിൽ പ്രാർത്ഥിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ഒരനുഭവം എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം. എന്തിനാണ് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്? ആർക്കെങ്കിലുമൊക്കെ അതൊന്ന് പ്രചോദനമായി തീരട്ടെ. ഈ കൊറോണയുടെ കാലത്ത്, ഈ ക്വാറന്റൈൻ ടൈമിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സമയമാണ്. ആരാധനാലയങ്ങളെല്ലാം അടച്ചു പൂട്ടപ്പെട്ടിരുന്ന ആ നാളുകളിൽ ഒരുപാട് സങ്കടത്തോടെ എല്ലാവരെയും പോലെ ഞങ്ങളും ചർച്ചിൻ്റെ പാഴ്സനേജിൽ താമസിക്കുന്ന സമയങ്ങൾ, ഇടക്കൂട്ടങ്ങളില്ല, ആരാധനകളില്ല, സഭാ ഹോൾ അടച്ചിട്ടിരിക്കുന്നു. ഭയങ്കര സങ്കടത്തിൻ്റെ സമയം. അന്ന് ചിന്തിച്ചത് ഇനി ഒരിക്കലും ഇതൊന്നും തുറക്കത്തില്ല. ഭയങ്കരമായ സങ്കടത്തിലും വേദനയിലും ഞാൻ നിരന്തരമായി ഞാനിപ്പോൾ ഇരുന്ന് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇതേ സ്ഥലത്ത് ഈ സഭാ ഹോളിൽ ഇരുന്നു കൊണ്ട് ഞാൻ മുട്ടുമേലിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, ആരാധനാലയത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു, ആരാധനയില്ല, ആത്മീയ കൂട്ടായ്മകളില്ല, മറ്റൊന്നും കൊണ്ടല്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോയെന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കല് കേട്ടോ. അന്ന് ദൈവം അറിയാത്ത ഒരുപാട് വഴികൾ ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. അതല്ല ദൈവപ്രവർത്തികളില്ല, ദൈവരാജ്യം എങ്ങനെ മുമ്പോട്ട് പോകും, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വല്ലാതെ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവെ എന്നേക്കുമായി ഇതെല്ലാം അടച്ചിടേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം ദൈവം എന്നെ കാണിച്ചൊരു ദർശനമുണ്ട്. അതായത് അന്ന് ഞാൻ ഈ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ഇത്രയധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ദൈവം എന്നെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചർച്ച അന്വേഷിച്ച്, ചർച്ചിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പാണ്, ഈ സ്റ്റെപ്പിലൂടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കയറാൻ പറ്റാത്തതുപോലെ തിക്കിത്തിരക്കിയ ആളുകൾ ഉള്ളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് പലതവണ ചർച്ചിലും പല സ്ഥലങ്ങളിലും ഞാനിത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കണ്ടപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് ഇനിയും സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കണ്ട കാഴ്ച ഇപ്പോഴും ഇന്നെന്ന പോലെ എൻ്റെ കൺമുമ്പിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചതെന്ന്? കൊറോണ കഴിഞ്ഞു, ആരാധനാലയങ്ങളെല്ലാം തുറക്കാൻ തുടങ്ങി, ദൈവം പറഞ്ഞ വാക്ക് നിവർത്തിച്ചു. എന്താണെന്നറിയാമോ? ഈ ചർച്ച അന്വേഷിച്ച് അനേകർ കടന്നു വന്നു. അവർ ശാരീരികമായും ആത്മീകമായും അവർ വിടുതൽ പ്രാപിച്ചു. ഒരുപാട് പേര് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു. ഒരുപാട് പേര് ദൈവകൃപ അനുഭവിച്ചു. ഒരുപാട് പേര് ആത്മീകമായും ശക്തിപ്പെട്ടു, ദൈവസന്നിധിയിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അവരിൽ പലരും ഇന്ന് ഇവിടുത്തെ അംഗങ്ങളാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതിനുശേഷം ചർച്ചിൻ്റെ ഹോള് പോലും നിറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മീക വെളിപ്പാടുകൾ നമുക്ക് ധൈര്യം പകരുന്നതാണ്, ദൈവ പദ്ധതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഒന്നാമത്തേത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നാം ചെയ്യേണ്ടുന്നത് ദൈവത്തോടുള്ള ഒരു നല്ല ബന്ധത്തിൽ നമ്മളാകുക, ദൈവഹിതത്തിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ, ഏലിയാവിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത സ്ഥിരതയോടെയുള്ള പ്രാർത്ഥനയാണ്, പൂർണ്ണതയുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്താണ് സ്ഥിരതയോടെയുള്ള പ്രാർത്ഥന? 7 പ്രാവശ്യമാണ് ബാല്യക്കാരൻ ഈ മേഘം കടലിൽ നിന്ന് പൊങ്ങുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഏലിയാവ് 7 പ്രാവശ്യം പോകാനായിട്ട് പറയുന്നത്? 7 പ്രാവശ്യം നീ പോയി നോക്കാനായിട്ട് പറയുന്നത്? പറയാം. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ പഴയ നിയമത്തിൽ 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 7-ാം നാൾ വിശ്രമിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അടുത്തത് 7-ാം നാൾ 6 ദിവസം മിണ്ടാതെ നടന്ന 7-ാം നാളാണ് എരിഹോ എന്ന് പറയുന്ന മതിൽ വീണത്. യോർദാനിൽ 7 പ്രാവശ്യമാണ് നയമാൻ മുങ്ങി ശുദ്ധനായത്. 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ബൈബിളിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 7 എന്ന് പറയുന്ന സംഖ്യ വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിനൊരു ആത്മീക അർത്ഥം കൊടുക്കുകയാണ്. അതായത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഒന്നും നമ്മുടെ ജീവിതത്തിൽ 7-ാം നാളിലെ വിടുതൽ അങ്ങനെയൊന്നും നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. അതായത് 7 പൂർണ്ണതയാണ് കാണിക്കുന്നത്. പൂർണ്ണത, അതായത് ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണത ഉള്ളവരായിട്ട് നിൽക്കുക. 7 എന്ന് പറയുന്ന സംഖ്യ ദൈവത്തിൻ്റെ സംഖ്യയാണെന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ 7-നെ കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏലിയാവ് 7 പ്രാവശ്യം ബാല്യക്കാരനെ അയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ 7-നല്ല പ്രാധാന്യം, നമ്മൾ ദൈവം മുമ്പിൽ പൂർണ്ണരാകുക എന്നുള്ളതാണ്. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക, പൂർണ്ണതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങൾക്കും ഉടനടി മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടുന്നവരാണ്, ഭാരപ്പെടുന്നവരാണ്.
പക്ഷേ ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനകളും വാഗ്ദത്തങ്ങളും ഒക്കെ നിങ്ങളുടെ ആത്മകണ്ണിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും അതിൻ്റെ മറുപടി വേഗത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക, പൂർണ്ണതയോടെ പ്രാർത്ഥിക്കുക, ദൈവം മുമ്പിൽ പൂർണ്ണരാകുക. ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവം മുമ്പിൽ നമ്മുടെ ജീവിതം പ്രാർത്ഥനയായി മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ സാധാരണ പറയുന്ന പോലെ പ്രാർത്ഥനകൾ വെറും വാചകങ്ങളായിട്ടല്ല, ജീവിതം പ്രാർത്ഥനയായി മാറുക. ദാനിയേലിൻ്റെയൊക്കെ പ്രാർത്ഥനയിൽ സംഭവിച്ചത് അതാണ്. നീയോ പ്രിയപുരുഷനായ ദാനിയേലേ, പ്രിയപുരുഷനായുള്ളവേ, ഏറ്റവും പ്രിയപുരുഷനായവനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് തൻ്റെ വാചകങ്ങളുടെ വാക്കുകളിലല്ല, വാചക കസർത്തുകളിലല്ല, ജീവിതത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഏലിയാവിൻ്റെ ആ ഒരു ജീവിതമാണ് പ്രാർത്ഥനയായി മാറിയത്. ആത്മീക വെളിപ്പാടുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ പൂർണ്ണതയുള്ളവരായി നമ്മൾ മാറുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം എന്നുള്ളത്. അതോടൊപ്പം സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ആത്മീക വെളിപ്പാടുകളോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു കാര്യം, ഒന്നും സംഭവിക്കാതെ ഇരിക്കുമ്പോഴും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. അതായത് കർമ്മേലിൻ്റെ ആ കൊടുമുടിയിലേക്ക് പോകുമ്പോൾ ഏലിയാവ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. രണ്ടാൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രാർത്ഥിക്കാൻ പോകുന്നവനെ നമുക്ക് കാണാം, ആഹാരം കഴിക്കാൻ നമുക്ക് പോകുന്നവനെയും കാണാൻ പറ്റും. ഇന്നും ഇങ്ങനെയുള്ള രണ്ട് കൂട്ടം ആളുകളുണ്ട്. കുറച്ച് പേര് ലോകത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓടുന്നവരാണ്, കുറച്ച് പേര് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നത്? ആഹാബിനോട് ഏലിയാവ് തന്നെ പറയുക, നീ ഭക്ഷിച്ച് പാനം ചെയ്യുക, വൻമഴയുടെ മുഴക്കമുണ്ട്. ആഹാബ് ഭക്ഷിക്കാനായിട്ട് പോയി, ഏലിയാവ് പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചവൻ അത്ഭുതങ്ങളെ കണ്ടു. പ്രാർത്ഥിച്ചവൻ്റെ മുമ്പിൽ ചെറിയൊരു മേഘം വന്നു, ക്ഷണത്തിൽ അതൊരു വൻമഴയായി മാറി. ഈ ചിലതൊക്കെ ശാന്തമായിട്ട് സംഭവിക്കും, അല്ലെങ്കിൽ താമസിച്ച് സംഭവിക്കുമെന്ന് തോന്നും. പക്ഷേ ദൈവം പറഞ്ഞത് ക്ഷണത്തിൽ സംഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കുക, കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുക. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയ, അവരുടെ മുമ്പിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടോ സൗകര്യങ്ങൾ ഉണ്ടായിട്ടോ എല്ലാം ശരിയായതുകൊണ്ടോ ഒന്നുമല്ല. വിശ്വാസത്തിൻ്റെ വേലകൾ പോലും ചെയ്ത അനേക ദൈവദാസന്മാരെ നമ്മൾ നോക്കുമ്പോൾ അവരൊന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ അവർ പോയി, അവർ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് വിശ്വാസവും ദൈവാശ്രയവും കൈമുതലാക്കിക്കൊണ്ട് അചഞ്ചലമായ ദൈവവിശ്വാസത്തോടെ, ആത്മീക വെളിപ്പാടുകളോടെ, ദൈവം തന്ന ആലോചനകളോടുകൂടെ, ഒരു ചെറിയ ആരംഭമാണെങ്കിൽ പോലും അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവം അതിനെ വലുതാക്കി തീർക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഈ ആത്മീക വെളിപ്പാടുകളോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴും മനസ്സിൽ കരുതേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് വിശ്വാസത്തോടെ പ്രവർത്തിക്കുക, വിശ്വാസത്തോടുകൂടെ ചുവടുകൾ വെക്കുക, വിശ്വാസത്തോടുകൂടെ ദൈവം മുമ്പിൽ മുമ്പോട്ട് പോവുക. കണ്ണുകൾ കൊണ്ട് കാണുന്നതിനെയല്ല, കാണാത്തതിനെ, ആമേൻ, ദൈവം പറഞ്ഞതിനെ വിശ്വാസത്തോടുകൂടെ കാണുക. ഒന്നും സംഭവിക്കാതെ ഇരിക്കുമ്പോഴും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ പ്രാവശ്യം പോകുന്നു, രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നു. ഈ പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യരെല്ലാം അവർ എന്താ പറയുന്നത്, ആ ഏലിയാവിനെ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. തല മുഴങ്കാലിൻ്റെ ഇടയിൽ എത്തുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം. അദ്ദേഹം ഒരു അലസനല്ല. ഇന്നത്തെ കാലത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞുകൊണ്ട് എന്തിനെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം പ്രവർത്തിക്കത്തില്ലേ? ദൈവം പറഞ്ഞതിൻ്റെ മേൽ പ്രാർത്ഥിക്കാൻ ഈ മനുഷ്യൻ തയ്യാറായി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കില്ല. നാം മുട്ടുമടക്കി കരയുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ അവരുടെ പ്രവർത്തികൾ ആരംഭിക്കും. സ്വർഗം നമുക്ക് വേണ്ടി ഇടപെടുവാനായിട്ട് തുടങ്ങും. സ്വർഗം ചലിച്ചു തുടങ്ങും. നമുക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവികമായ മറുപടികൾ പുറപ്പെടുവാനായിട്ട് തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ പഠിച്ചു വെച്ച പ്രാർത്ഥനകൾ, എഴുതി വെച്ച പ്രാർത്ഥനകൾ, അതൊക്കെ പറഞ്ഞതുകൊണ്ടോ ദൈവത്തിന് സ്തോത്രം, അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കൊന്നുമല്ല മറുപടികൾ നമുക്കുണ്ടാകുന്നത്. ഏലിയാവ് അവിടെ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലുണ്ടോ?
ഏലിയാവ് അവിടെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന കണ്ടിരുന്നെങ്കിൽ നമ്മളും അതൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേനെ. പക്ഷേ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ബൈബിൾ അവിടെ മറച്ചു വെച്ചിരിക്കുക. അതെന്താ കാര്യം? ചില പ്രാർത്ഥനകൾ മറച്ചു വെച്ചിരിക്കുകയാണ്. ഏലിയാവിൻ്റെ വാചകങ്ങൾ അവിടെ മറച്ചു വെച്ചു ഇല്ലേ? എന്തിനാണ് അത് മറച്ചു വെച്ചത്? ഈ യാക്കോബിൻ്റെ ഒരു രാത്രി മുഴുവനും ദൈവദൂതനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മറച്ചു വെച്ചു. ചില സമയങ്ങളിൽ ദൈവം അങ്ങനെയാണ്, ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ മറച്ചു വെക്കും. അതിൻ്റെ കാര്യം അത് നമ്മളെ അറിയിക്കാത്തതാണ്. ചിലത് അറിയാനുള്ളതല്ല, അത് അനുഭവിപ്പാനുള്ളതാണ്. അപ്പം ഏലിയാവിൻ്റെ ആ പ്രാർത്ഥന വാചകങ്ങൾക്കല്ല അവിടെ പ്രസക്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, അതാണ് അവിടെ സംഭവിക്കുന്നത്. അദ്ദേഹം, ദൈവത്തിന് സ്തോത്രം, പ്രിയമുള്ളവരെ, 6 തവണ ഒന്നും സംഭവിക്കാതിരുന്നപ്പോഴും അദ്ദേഹം നിരുത്സാഹപ്പെട്ടില്ല, പ്രാർത്ഥന നിർത്തിയിട്ട് പോകുന്നില്ല. 5-ാമത്തെയോ 6-ാമത്തെയോ പ്രാവശ്യം അദ്ദേഹം പിന്തിരിഞ്ഞു പോന്നിരുന്നെങ്കിൽ ഈ ദൈവിക മറുപടിക്ക് അദ്ദേഹത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യ ആയതുകൊണ്ടും ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്നും ഉള്ളതുകൊണ്ടും ദൈവത്തിങ്കൽ അചഞ്ചലമായി വിശ്വാസമുള്ളതുകൊണ്ടും ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന ബോധ്യം തനിക്കുള്ളതുകൊണ്ടും ദൈവത്തിന് സ്തോത്രം, ആമേൻ, തനിക്കറിയാമായിരുന്നു താമസിച്ചാലും അത് വരും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചില വെയിറ്റിംഗ് പീരീഡുകളുണ്ട് കേട്ടോ. ചില വെയിറ്റിംഗ് പീരീഡുകൾ, നോഹ പെട്ടകത്തിലായിരുന്നപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഭൂമിയിലെ വെള്ളമെല്ലാം ഇല്ലാതെയായി പെട്ടകത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള സമയമായോ എന്നറിയാനായിട്ട്. അങ്ങനെ ബൈബിളിൽ പല സമയത്ത് ചില വെയിറ്റിംഗ് പീരീഡുകൾ കാണാം. പക്ഷേ ഈ വെയിറ്റിംഗ് പീരീഡുകളുടെ ഒടുവിലും ദൈവം ചില പ്രവർത്തികൾ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആത്മിക വെളിപ്പാടോടുകൂടെ പ്രാർത്ഥിക്കാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില സന്ദേശങ്ങൾ കൂടി അടുത്ത ദിവസങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ദൈവജന ധ്യാനത്തിങ്കിൽ ഒരു ഉൾപ്രേരണ എനിക്ക് തന്നതുകൊണ്ടാണ് ഇത് പങ്കുവെക്കുന്നത്. പ്രാർത്ഥനകൾ ശക്തിപ്പെടുത്താം. സാധാരണമായ പ്രാർത്ഥനകളല്ല, പ്രാർത്ഥനകൾ കുറച്ചുകൂടെ ഒരു ഉയർന്ന നിലയിലേക്ക് പോകാം. കർത്താവുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ശക്തിപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.